നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന വ്യവസായി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളും കോട്ടങ്ങളും ഒക്കെ എല്ലാത്തിനെയും കുറിച്ചും അറിയാം. അതേ ഗതിയിലേക്കും നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഈ CJ റോയ് എന്ന വ്യക്തിയും എത്തിയിരുന്നു എന്നൊരു സംശയം ഇപ്പോൾ പൊതുമധ്യത്തിലുണ്ട്. ദക്ഷിണേന്ത്യയിലെ ബിസിനസ് സാമ്രാജ്യത്തിന് അധിപനും ആത്മവിശ്വാസത്തിന്റെ പാരമ്പര്യവുമായ CJ റോയുടെ വിയോഗം മലയാളിക്ക് സമ്മാനിക്കുന്നത് മറ്റൊരു തീരാവേദന തന്നെയാണ്. ബിസ്ക്കറ്റ് രാജാവായിരുന്ന രാജൻ പിള്ളയും ജനകോടികളുടെ വിശ്വസ്തനായിരുന്ന അറ്റ്ലസ് രാമചന്ദ്രനും വഴിമധ്യയെ വീണുപോയതിന് സമാനമായ മറ്റൊരു ദുരിതത്തിനാണ് ബാംഗ്ലൂരു സാക്ഷ്യം വഹിച്ചത്. കേവലം 1 മണിക്കൂർ നീണ്ട ആദായ നികുതി വകുപ്പിന്റെ ചോദ്യം ചെയ്യലിന് പിന്നാലെ സ്വന്തം ഓഫീസിലെ വെടിയൊച്ചയിൽ ആ ജീവിതം അവസാനിക്കുമ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത് ആദായ നികുതി വകുപ്പിന്റെ പീഡന മുറകളെ കുറിച്ചാണ്. 2019 കഫേ കോഫി ഡേ സ്ഥാപകൻ VG സിദ്ധാർത്ഥയുടെ ആത്മഹത്യ സൃഷ്ടിച്ച വിവാദങ്ങൾക്ക് സമാനമായ സാഹചര്യം തന്നെയാണ് 6 വർഷത്തിനിപ്പുറം റോയിയുടെ ആത്മഹത്യയും അല്ലെങ്കിൽ റോയിയുടെ മരണത്തിനും നിഴലിക്കുന്നത്. ബംഗളൂരു നഗരത്തിന്റെ വളർച്ച പ്രവചിക്കുന്നതിൽ അസാമാന്യമായ ദീർഘവീക്ഷണം പുലർത്തിയ വ്യക്തിയായിരുന്നു റോയ്. 2000 സർജാപൂരിലെ കുഗ്രാമത്തിൽ സെന്റിന് വെറും 600 രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിക്കൂട്ടിയ 350 ഏക്കർ ഭൂമിക്ക് ഇന്ന് കോടികളാണ് വില. തന്റെ പ്രിയപ്പെട്ട മാരുതി 800 തുടങ്ങിയ ബുക്കാട്ടിയും റോൾസ് റോയ്സും ലംബോഗിനിയും നിരന്ന ഗാരേജ് വരെ വളർന്ന അദ്ദേഹത്തിന്റെ ജീവിതം ഏവർക്കും ആവേശം തന്നെയാണ്. 25-ാം വയസ്സിൽ വാങ്ങിയ ആദ്യ വാഹനത്തെ 10 ലക്ഷം രൂപ നൽകി തിരികെ വാങ്ങിയ ആ വാഹനപ്രേമി വണ്ടിഭ്രാന്തൻ എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടു. തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് അദ്ദേഹം നൽകിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന പേര് പോലെ തന്നെയാണ് ആത്മവിശ്വാസത്തിന്റെ മൂർധഭാവം തന്നെയായിരുന്നു CJ റോയ്. ഗൾഫിലെ പകയാണ് അറ്റ്ലസ് രാമചന്ദ്രനെ കുടുക്കിയത്. ഇതേ ദുബായ് പകയാണോ CJ റോയിയെ തകർത്തത് എന്നും സൂചനയുണ്ട്. അറ്റ്ലസ് രാമചന്ദ്രന്റേത് സമാനമാണ് ഈ തൃശ്ശൂരുകാരന്റെയും ജീവിതകഥ. ബാംഗ്ലൂരിൽ സെന്റിന് 6000 രൂപ മുടക്കി വാങ്ങിയ ഭൂമിയുടെ വില ഉയർന്നത് 6 ലക്ഷമായാണ്. തിരുവനന്തപുരത്ത് 35,000-ന് വാങ്ങിയത് 10 ലക്ഷമായി മാറി. പാക്കാനടിയിലെ ഉയർന്ന ശമ്പളമുള്ള ജോലി വേണ്ടെന്ന് വെച്ച് 2005-ൽ 7 സുഹൃത്തുക്കൾക്കൊപ്പം 100 കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപവുമായാണ് അദ്ദേഹം കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങിയത്. കടമില്ലാതെ ബിസിനസ് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നയം. 165-ലധികം പ്രൊജക്ടുകളും 10,000-ലേറെ ഉപഭോക്താക്കളുമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഇതിഹാസമായി അദ്ദേഹം വളർന്നു. ബിസിനസ്സിനപ്പുറം സിനിമയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. മോഹൻലാലിന്റെ മരക്കാർ ഉൾപ്പെടെയുള്ള സിനിമകളുടെ സഹനിർമ്മാതാവായും പ്രളയബാധിതർക്ക് 100 വീടുകൾ നിർമ്മിച്ചു നൽകിയും അദ്ദേഹം മലയാളിക്ക് സുപരിചിതനായി. ബിഗ് ബോസ്, സ്റ്റാർ സിംഗർ തുടങ്ങിയ പരിപാടികളിലൂടെ ഓരോ മലയാളി വീട്ടിലും റോയ് എന്ന പേര് പരിചിതമായിരുന്നു. കൂടുതൽ നോക്കുകയാണെങ്കിൽ ഈ സഹോദരന്മാരെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്യുന്ന ഒരു ചാണക്യനെ തളർത്തിയത് ആദായ നികുതി വകുപ്പിന്റെ തുടർച്ചയായ റെയ്ഡുകളാണ് എന്ന് കുടുംബം തന്നെ ആരോപിക്കുമ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടന്ന റെയ്ഡിനെ അദ്ദേഹം എന്തിന് ഈ കടുത്ത തീരുമാനം എടുത്തു എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. രാജൻ പിള്ളയെയും അറ്റ്ലസ് രാമചന്ദ്രനെയും പോലെ ബിസിനസ് പകയും ഏജൻസികളുടെ വേട്ടയാടലിനും മറ്റൊരു മലയാളി വ്യവസായി കൂടി ഇരയായി എന്ന സംശയം ഇതോടെ ശക്തമാകുന്നു. കർണാടക CID അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ വെടിയൊച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബിസിനസ് ലോകം. വർഷം 2000 ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിക്കും വൈറ്റ് ഫീൽഡിനും ഇടയിലുള്ള സർജാപൂരിൽ ആടുകൾ മേയുന്ന കുഗ്രാമത്തിൽ റോയ് 350 ഏക്കർ ഭൂമി വാങ്ങുന്നു. സെന്റിന് 6000 രൂപ. ഇന്ന് 18 ലക്ഷം രൂപയാണ് അവിടെ സെന്റിന് വില. റോയുടെ ദീർഘവീക്ഷണം വ്യക്തമാക്കുന്ന ഇടപെടൽ. കച്ചവടത്തിനൊപ്പം വാഹനങ്ങളോട് അടങ്ങാത്ത ഭ്രമമുള്ള വണ്ടിഭ്രാന്തൻ. അങ്ങനെ ബുക്കാട്ടിയും റോൾസ് റോയ്സും ലംബോഗിനിയും ഹമറുമെല്ലാം അദ്ദേഹത്തിന്റെ ഗാരേജിൽ നിന്നിരുന്നു. അപ്പോഴും വന്ന വഴി മറക്കരുതെന്ന് പറയുന്നത് പോലെ ആദ്യം തനിക്കൊപ്പം വന്ന വാഹനത്തെ റോയ് മറന്നതേയില്ല. അങ്ങനെ ആ വാഹനം 10 ലക്ഷം രൂപ മുടക്കി വാങ്ങുന്നു. എന്തായാലും വേഗത്തിൽ വളർന്ന കണ്ണടച്ച് തുറക്കും മുന്നേ വേഗത്തിൽ വളർന്ന കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് ഇടിച്ചു കയറിയ CJ റോയ് എന്ന ചിരിയൻ കണ്ടെത്ത ജോസഫ് റോയ് നടന്നു കയറിയത് ആ വലിയ മലയ്ക്ക് മുകളിൽ തന്നെയാണ്.
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ റോയി മുൻപ് പ്രമുഖ IT കമ്പനിയായ HPL പ്ലാനിംഗ് മാനേജറായിരുന്നു. 7 പേർ ചേർന്ന 100 കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപമായിട്ടാണ് 2005 കോൺഫിഡന്റ് ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. ദുബായ് ആസ്ഥാനമായി തുടങ്ങിയ കമ്പനി പിന്നീട് കർണാടകത്തിലും കേരളത്തിലും ഒട്ടേറെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഹോസ്പിറ്റാലിറ്റി, എന്റർടൈൻമെന്റ് മേഖലയിലേക്കും കോൺഫിഡന്റ് ഗ്രൂപ്പ് വളർന്നു. അമ്മയിൽ നിന്നാണ് ബിസിനസ് പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയതെന്ന് ചില അഭിമുഖങ്ങളിൽ റോയി പറഞ്ഞിട്ടുണ്ട്. ചെറിയ പ്ലോട്ടുകൾ വാങ്ങി അവിടെ വീടുകൾ നിർമ്മിച്ചു വിൽക്കുക എന്നതായിരുന്നു അമ്മയുടെ ബിസിനസ്. അമ്മയ്ക്കൊപ്പം ചേർന്നാണ് ഈ ബിസിനസ്സിലെ ലാഭസാധ്യതകളെക്കുറിച്ച് റോയ് പഠിക്കുന്നത്. എന്തായാലും റോയിയുടെ ആ പഠനം ഒരിടത്തും എത്താതെ അവസാനിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വേദന.